ഇന്ന് പൊതുജനങ്ങളിൽ ഈ ഡെന്റൽ ട്രീറ്റ്മെന്റുകളും അതുപോലെ തന്നെ വായിൽ വരുന്ന മറ്റു അസുഖങ്ങളും വരുന്ന സമയത്ത് ഇത് നേരത്തെ കണ്ടെത്താനുള്ള ഒരു ദൗത്യം, ഇത് എവിടെ പോയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വായിലെ ക്യാൻസർ നേരത്തെ കണ്ടെത്തുക, അതിനെ നേരത്തെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് അത് മുഴുവനായിട്ട് സുഖപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് ജനങ്ങളിൽ എങ്ങനെ അവബോധം സൃഷ്ടിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഐഡിയ കേരള സ്റ്റേറ്റ് സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഐഡിയ ക്യാൻവിൻ. അതായത് നമ്മൾ ഡിറ്റക്ട് ഏർലി സേവ് ലൈഫ്സ്, നേരത്തെ കണ്ടെത്തി നമ്മളെ ജീവൻ രക്ഷിക്കുക എന്നതാണ് വായിലെ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. അപ്പോ നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ എല്ലാ വില്ലേജുകളിലും നമുക്ക് ദന്താശുപത്രികൾ അവൈലബിൾ ആണ്. അപ്പോ നമുക്ക് വായിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസർ ആയിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്നുള്ള ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഇവര് ഇത് എവിടെ പോയിട്ട് കാണിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു അവബോധം ജനങ്ങളിൽ ഇല്ല. അപ്പോ അത് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏകദേശം 7000-ൽ പരം ദന്ത ക്ലിനിക്കുകൾ നമ്മൾ ഏർലി ഡിറ്റക്ഷൻ സെന്ററുകളാക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണത്. അപ്പോൾ ഏതൊരു ഗ്രാമങ്ങളിലുള്ള ആളുകൾക്കും വായിലൊരു ക്യാൻസർ വന്നാൽ തൊട്ടടുത്തുള്ള ദന്താശുപത്രിയിൽ പോയി അതിനെ പരിശോധന നടത്തുകയും അതിന് വേണ്ട ബയോപ്സി അവിടുന്ന് തന്നെ എടുത്ത് അത് വേണ്ട കേന്ദ്രങ്ങളിലോട്ട് അയച്ച് നേരത്തെ കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെന്റ് നടത്താനും ബാധകമാവുന്ന ഒരു പദ്ധതിയാണ് ഐഡിയ ക്യാൻവിൻ. അതുപോലെ തന്നെ അതാത് പ്രദേശങ്ങളിൽ ഏതെല്ലാം ഡെന്റിസ്റ്റുകൾ ദന്ത ഡോക്ടർമാര് അവൈലബിൾ ആണ്, ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇത് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നത് പൊതുജനങ്ങൾക്ക് കണ്ടെത്തുന്നതിനായിട്ട് നാളെ തന്നെ നമ്മളൊരു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഐഡിയ സ്പർശ് എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷനും ലോഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ.